സങ്കടങ്ങളില്ലായിരുന്നെങ്കിൽ ജീവിതം എത്ര സന്തോഷമായിരുന്നു എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതവും ഒരിടത്തും ഉണ്ടാകില്ല. ഒരു മരമുണ്ടെങ്കിൽ അതിൻ്റെ ഇല പൊഴിയും, ഒരിക്കൽ മരം കടപുഴകും. ഒരു വാഹനം ഓടി ഓടി അവസാനിക്കും. ഒരു മനുഷ്യനൊരു ശരീരമുണ്ടെങ്കിൽ അത് രോഗാതുരമാകും, മരണമുണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ എത്ര പ്രശ്നം ഇല്ലാതെ എങ്ങനെ ഒരു ജീവിതം ഉണ്ടാകും? അപ്പൊ സങ്കടങ്ങളില്ലാത്തൊരു ജീവിതമല്ല, മറിച്ച് ഈ സങ്കടങ്ങൾക്കൊരു അർത്ഥമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, അതായത് സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ആരംഭം. അതായത് യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നൊരു ക്ലൈമാക്സ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം തുടങ്ങുന്നത്. ഇനി ഈ സുവിശേഷത്തിന്റെ ലക്ഷ്യം എപ്പോഴാണ് ഇവൻ ദൈവപുത്രനാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നതാണ്. വചനം പ്രഘോഷിക്കുമ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഒന്നും ആരും അങ്ങനെ പറയുന്നില്ല. ഒടുവിൽ മുറിവേറ്റ്, അതിദാരുണമായ മുറിവേറ്റ് കുരിശിൽ രക്തം വാർന്നൊലിച്ച് കിടക്കുമ്പോൾ പട്ടാളക്കാരുടെ ഒരു മേധാവി വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രൻ. അപ്പൊ ക്രിസ്തുവിന്റെ മുറിവിന്റെ, സങ്കടങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ മുറിവുകളാണ്. ആ മുറിവിലൂടെയാണ് അവൻ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മഹിമയിലല്ല ഈശോ താൻ ആരാണെന്ന് പറഞ്ഞത്. തോമസിനോട് പറയുന്നത്, എൻ്റെ കൈത്തലത്തിലെ മുറിവുകൾ കാണുക, എൻ്റെ വിലാവിലെ മുറിവിൽ തൊട്ടു നോക്കുക. ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് മാത്രമല്ല, ആ മുറിവ് കൂടെ കണ്ടുകൊണ്ടാണ് തോമസ് വിളിക്കുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. അപ്പൊ ക്രിസ്തു ആരെന്നുള്ള ഒരു ഐഡന്റിറ്റി വെളിപ്പെട്ടത് അവന്റെ മുറിവിലൂടെ. അങ്ങനെങ്കിൽ ഇതാണ് നമ്മുടെ സങ്കടങ്ങളുടെ അർത്ഥം. നിങ്ങൾ ഒരപ്പൻ എന്ന നിലയ്ക്ക് ഒരു വീട്ടിൽ മക്കൾക്കും ജീവിത പങ്കാളിക്കും വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങളുടെ മുറിവ്? ആ കഷ്ടപ്പാടാണ് നിങ്ങളുടെ അപ്പനാക്കി. പനിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ കിടക്കക്കരികിൽ രാപകലോളം ഇരുന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീ, എല്ലാവർക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്യുകയും പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീ, ലാഭേച്ഛ കൂടാതെ ഇങ്ങനെ ജീവിതം ഉപേക്ഷിക്കുന്ന ഈ സ്ത്രീ ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അമ്മ. ഒരാൾ അപ്പനായതും അമ്മയായതും മുറിവുകളിലൂടെയാണ്. മൃഗങ്ങൾക്കിടയിൽ അപ്പനും അമ്മയും വെറും താൽക്കാലികമാണ്. സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ബോധപൂർവം മറ്റൊരാൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന മുറിവുകളില്ല. പക്ഷെ മനുഷ്യർ ആണും പെണ്ണുമായി ജനിക്കുന്നു. അവർ അവസാനിക്കുന്നത് ആണും പെണ്ണുമായല്ല, ഭാര്യയും ഭർത്താവുമായി, സഹോദരനും സഹോദരിയായി, അപ്പനായും അമ്മയായും മകളായും സുഹൃത്തുക്കളായും ഒക്കെയാണ്. കാരണം അവർ മറ്റൊരാൾക്ക് വേണ്ടി മുറിവേൽക്കാൻ തയ്യാറാകും. അപ്പോൾ ഈ മുറിവാണ് നിങ്ങളാക്കിയത്. കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഇടയച്ചെറുക്കന് കാറ്റത്ത് അടർന്നു വീണൊരു പാഴ്മുളം തണ്ട് കിട്ടും. ഈ മുളം തണ്ടിനെ അവൻ എടുത്തുകൊണ്ടുപോയി തീയിലിട്ട് പഠിപ്പിച്ചെടുത്ത കൂർത്ത മുനയുള്ള കമ്പി കൊണ്ട് അതിനെ കുത്തി മുറിവേൽപ്പിക്കും. അത് മനോഹരമായ സംഗീതം മുതിർക്കുന്ന പാഴ്മുളം തണ്ടായി മാറുന്ന കാര്യം നമുക്കറിയാം. ഈ മുളം തണ്ടിനെ മനോഹരമായ സംഗീതം മുതിർക്കുന്ന ഓടക്കുഴലാക്കി മാറ്റിയത് അതിൻ്റെ മുറിവുകളാണ്. നിങ്ങളുടെ ജീവിതത്തെ സ്നേഹസാന്ദ്രമാക്കുന്നത് നിങ്ങളുടെ മുറിവുകളാണ്. നിങ്ങളുടെ സങ്കടങ്ങളാണ് സന്തോഷം എന്ന് ധ്യാനിച്ചെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ആനന്ദത്തിന്റെ തീരത്തുകൂടെ യാത്ര ചെയ്യും. നന്ദി.